എല്ലാവർക്കും നമസ്കാരം. ഹീലിംഗ് ഏജൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സെഷൻ ഒരു ചെറിയ കഥയോടുകൂടെ ആരംഭിച്ചാലോ? നമ്മുടെ കഥയുടെ നായികയുടെ പേര് മീര എന്നാണ്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മീര തന്റെ പേരൻസിനോടൊപ്പം തന്റെ ഇളയ സഹോദരനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. മീര പഠിക്കാൻ അതിസമർത്ഥയാണ്. അതുപോലെ തന്നെ മറ്റ് തന്റെ സഹപാഠികൾക്കായാലും ശരി, ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ കൂടെ തന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റൊന്നും ചിന്തിക്കാതെ മീര ഹെൽപ്പ് ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തനിക്കായിട്ട് പ്രത്യേകിച്ച് ഡ്രീംസ് ഒന്നും മീരയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ പേരൻസ് പറയുന്നു അതായിരുന്നു മീര പാലിച്ചു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മീര +2 പാസ്സാവുന്നു. പേരൻസിന്റെ ആഗ്രഹപ്രകാരം ഒരു കോഴ്സ് എടുത്ത് കോളേജിൽ ജോയിൻ ചെയ്യുന്നു. കോളേജ് പഠനമൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കി എബ്രോഡിൽ ഒരു ജോലി ലഭിക്കുന്നു. അതും പേരൻസിന്റെ ആഗ്രഹപ്രകാരം മീര പേരൻസിനെ ആദ്യമായിട്ട് വിട്ട് എബ്രോഡിലേക്ക് കടന്നു പോകുന്നു. കാരണം തനിക്ക് പേരൻസിനെ ഫിനാൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, തന്റെ അനിയനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് മീര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എബ്രോഡില് എക്സ്ട്രാ വർക്ക് ചെയ്തും പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ മീര വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം പേരൻസിന്റെ ഇഷ്ടപ്രകാരം മീര ഒരു വിവാഹിതയാകുന്നു. ആ വിവാഹത്തിന് ശേഷം ഇൻലോസിനെയും തന്റെ പേരൻസിനെ പോലെ റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും മീര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഭർതൃഗ്രഹത്തിലും തന്റെ പേരൻസിനോടും മീര ഒരു ബാലൻസ്ഡ് ആയിട്ട് രണ്ടുപേരെയും നല്ല രീതിയിൽ നോക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മീരയ്ക്ക് സ്വന്തമായിട്ട് വലിയ ഡ്രീംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തന്റെ പേരൻസ് അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്ന വ്യക്തികൾ പറയുന്ന അനുസരിച്ചാണ് മീര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മീരയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു. കുഞ്ഞ് ഉണ്ടായി വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് മീരയുടേത്. അങ്ങനെ മീര മെറ്റേണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞ് തന്റെ ജോലിക്കായിട്ട് പോയി തുടങ്ങിയ സമയത്ത് മീരയ്ക്ക് ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. കാരണം കുഞ്ഞിന്റെ രാത്രികളിൽ ചിലപ്പോൾ കുഞ്ഞ് കരയും, മീരയ്ക്ക് കറക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല സമയത്തും മീര ഒരുപാട് ടയേർഡ് ആയിട്ട് ജോലിക്ക് പോവുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയധികം ടയേർഡ് ആകാൻ തുടങ്ങി. അപ്പോ മീരയ്ക്ക് അത് എങ്ങനെ മറ്റുള്ളവരോട് പറയണമെന്നും അറിയുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം, ഇന്ന് ശരിയാകും അല്ലെങ്കിൽ നാളെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ മീര മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരികയും അങ്ങനെ ആ കുഞ്ഞ് ഒരുപാട് കരയുണ്ടായി. കുഞ്ഞ് കരഞ്ഞപ്പം മീരയ്ക്ക് വളരെ ഫ്രസ്ട്രേഷൻ തോന്നി. അങ്ങനെ ആ കുഞ്ഞിനോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഹസ്ബൻഡ് മീരയോട്, എന്തുകൊണ്ടാണ് നീ ഇത്രയും നാളും ഇങ്ങനെ ഒരിക്കലും ഈ ഒരു ബിഹേവിയർ ഉണ്ടായിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കുഞ്ഞിനോട് ഷൗട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് മീരയ്ക്ക് താൻ ചെയ്യുന്നത് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്, തനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മീരയുടെ ഹസ്ബൻഡ് മീരയെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ മീരയുടെ മുഖമൊക്കെ വളരെ വിളറി, വളരെ മെന്റലി ഡൗൺ ആയതുപോലെ തോന്നി. അതുകൊണ്ട് അദ്ദേഹം മീരയെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സൈക്കോളജിസ്റ്റിന്റെ പല ക്വസ്റ്റ്യൻസ് കേട്ടതിന് ശേഷം മീരയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് കറക്റ്റ് ആയിട്ട് ജോലിക്ക് ഒരു കോൺസെൻട്രേഷനോടുകൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞിന് എന്ത് പറ്റി, കുഞ്ഞ് ഓക്കെ ആണോ, കുഞ്ഞ് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ചുവോ, ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് മീരയെ ഓഫീസിലിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താൻ തുടങ്ങി. അത് മാത്രമല്ല, തനിക്ക് മറ്റുള്ളവരെ പഴയതുപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. തന്റെ ഇൻലോസിനെ ആയാലും ശരി, തന്റെ പേരൻസിനെ ആയാലും ശരി, പഴയതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗും മീരയെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്റെ കാര്യങ്ങൾ മീര ചെയ്യുവാൻ വളരെയധികം മറന്നുപോയി. മീര പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഓഫീസ് പാർട്ടികളിൽ സംബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈവൻ തന്റെ ഹസ്ബൻഡിനോട് പോലും കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനുള്ള സമയം മീരയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നല്ല പറയേണ്ടത്, ആക്ച്വലി മീരയ്ക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധം മീര ഒരുപാട് ഓവർ തിങ്കിങ് ആയിരുന്നു, ഒരുപാട് ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. അതായത് മീരയ്ക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടെ മീരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും പല കൗൺസിലിംഗ് സെഷനോടുകൂടെ പല തെറാപ്പീസിലൂടെ മീര പഴയ ആ ഒരു പ്രസരിപ്പിലേക്ക് കടന്നു വരികയും തന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുവാനും തുടങ്ങി. അപ്പോൾ ഈ മീരയുടെ കഥ ഞാൻ നിങ്ങളോട് എന്തിനാ പറഞ്ഞതെന്ന് അറിയാമോ? മീരയുടെ കഥ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത്. ഈ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഹെൽത്തി ആയിരുന്നെങ്കിൽ മാത്രമേ
അതായത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾ ഹെൽത്തി ആയിരുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെയും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്നത് എന്റെ ടേംസിൽ സെൽഫ് ലവ് എന്നാണ്. സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഹെൽത്തി ആയിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇമോഷണലി, മെന്റലി നിങ്ങൾ ഹെൽത്തി ആയിരിക്കാൻ ഒരു 3 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അതുവഴി ഒരു ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാല് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന, പ്രായോഗികമാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിച്ചാൽ അത് നിങ്ങളാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ യെസ് എന്ന് പറയാവുള്ളൂ. അതായത് നോ എന്ന് പറയേണ്ടടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നോ എന്ന് തന്നെ പറയണം. ഒരു ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഒന്നാമത്തെ ടിപ്സ്. ഇനി രണ്ടാമത്തെ ടിപ്സ്, മറ്റുള്ളവരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുക. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ഹെൽപ്പ് നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ ഒരിക്കലും നിങ്ങൾ മടിക്കരുത്. ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. മൂന്നാമത്തെ ടിപ്പ് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സെൽഫ് കെയർ തന്നെയാണ്. നിങ്ങൾക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ ഒരു 30 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കുക. അതില് നിങ്ങളുടെ കാര്യം ഫിസിക്കൽ എക്സസൈസ്, യോഗയോ അല്ലെങ്കിൽ ജിമ്മോ നടത്തുമോ എന്തായിരിക്കോട്ടെ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അതുപോലെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസോ റിലാക്സേഷൻ ആയിട്ടുള്ള മെഡിറ്റേഷൻസോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ കാം ആക്കി വെക്കുക. ഫിസിക്കലായിട്ടും മെന്റലായിട്ടും നിങ്ങൾ കാം ആയെങ്കിൽ മാത്രമേ ഒരു ബാലൻസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ പാത്രം നിറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അതേസമയം നിങ്ങളുടെ പാത്രത്തിൽ ഒന്നുമില്ല എങ്കിൽ മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾക്ക് ഒന്നും കൊടുക്കുവാൻ കഴിയുകയില്ല. അത് നിങ്ങളെ ഫ്രസ്ട്രേഷനിലേക്കും അതുപോലെ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ നയിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ, മെന്റൽ ഹെൽത്തിനെ, ഇമോഷണൽ ഹെൽത്തിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ സെൽഫ് കെയർ തീർച്ചയായിട്ടും കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ഒബ്സഷൻ അല്ല, പകരം അത് സെൽഫ് കെയർ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.